എന്നെ വിശുദ്ധ ബൈബിളില് ഏറെ സ്വാധീനിച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഡേവിഡും ജോനാഥാന്റെ ഫ്രണ്ട്ഷിപ്പ്. കാരണം ജോനാഥാൻ എന്ന് പറയുന്നത് ഒരു രാജകുമാരൻ കിരീട അവകാശി ആയിട്ടും കൂടി ദാവീദിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ്, യാതൊരു കളങ്കവും ഇല്ലാത്ത നിർമ്മലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. മോശയും അഹ്റോനും, യേശുവും യോഹന്നാനും, നവോമിയും റൂത്തും, ഇതൊക്കെ എന്നും നമുക്ക് മാതൃകയാവണം. ഈ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ വേറൊരു സത്യം കൂടി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും വൈകിയിട്ടില്ല. കാരണം ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്, ഞാൻ നിരവധി പുസ്തകങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബൈബിൾ ആണ് എനിക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഗ്രന്ഥം. കാരണം ഏതൊരു വ്യക്തിയുടെയും ജയങ്ങളും പരാജയങ്ങളും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല. അപ്പൊ അതില് ശരിക്കും ഇപ്പൊ ദാവീദിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ദാവീദ് എപ്പോഴും യേശുവിനെ സംബോധന ചെയ്യുന്നത് തന്നെ സൺ ഓഫ് ഡേവിഡ് എന്നാണ്. എന്നാൽ ഇത്രയും അധികം വീഴ്ചകൾ സംഭവിച്ച ഒരു വ്യക്തി വേറെയില്ല. പക്ഷെ ദാവീദിനെ ആ യേശുവിന്റെ വംശാവലി പട്ടികയിലാക്കിയത് യേശുവിനോടുള്ള അന്ധമായിട്ടുള്ള, യുക്തിയില്ലാത്ത, ചോദ്യം ചെയ്യാത്ത ഒരു വിശ്വാസമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പോയിന്റ്. അന്തമില്ലാത്ത, യുക്തിയില്ലാത്ത ഒരു വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണം നമ്മളെല്ലാം ബുദ്ധി കൊണ്ട് റാഡിക്കലി ചിന്തിക്കുന്നത് കൊണ്ടാണ്. പിന്നെ രണ്ടാമതായിട്ട് ദാവീദിന്റെ ദൈവ പദ്ധതികളെ ദാവീദ് ചോദ്യം ചെയ്തില്ല. ചോദ്യം ചെയ്യാതെ എല്ലാം അനുസരിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ മൂന്നാമത്, സൗളിൽ നിന്നുള്ള വേട്ടയാടലുകൾ, അദ്ദേഹം മരുഭൂമിയിലും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്ന സമയത്താണ് ദാവീദിന്റെ സങ്കടങ്ങളാണ് സങ്കീർത്തനങ്ങളായത്. പിന്നെ നാലാമത് ദാവീദിന്റെ ആരാധനയാണ്, ആരാധനയ്ക്ക് കൊടുത്ത സ്ഥാനം. ശരിക്കും ഞാൻ മനസ്സിലാക്കുകയാണ്, ആരാധനയിലെ അപാകതകളാണ്. അതായത് മലാക്കി പ്രവചനത്തിൽ, മലാക്കി പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആരാധനയിലെ അപാകതകൾ, നിങ്ങൾ എന്റെ യാഗപീഠത്തിനെ മലിനമാക്കിയെന്ന്, മ്ലേച്ഛമായിട്ടുള്ളതിനെ മുടന്തിനെയും ഒക്കെ കൊണ്ട് സമർപ്പിച്ച്, അതിനുശേഷം സ്നാപക യോഹന്നാൻ ആ ഒരു ഇതിലോട്ട് വരുന്നവരെ സക്കറിയ പുരോഹിതനിലോട്ടാണ് പിന്നീട് ഒരു പ്രോഫറ്റിക് ഗൈഡൻസ് വരുന്നത്. ആ 400 വർഷത്തെ നിശബ്ദത, സൈലൻസ്, അതിന് കാരണം ആരാധനയിലെ അപാകതകളാണ്. കാരണം ഞാൻ പറയാം, ഇപ്പോ ഇവിടെ മർത്ത, മറിയ, ലാസറിന്റെ പെങ്ങളായിട്ടുള്ള മറിയ, ആ ബെഥാനിയയിലെ അനോയിന്റിങ്, ആ ഒരു സമയത്ത്, തൈലാഭിഷേക സമയത്ത്, ഷീ ബ്രോക്ക് ദ ജാർ, അൽബാസ്റ്റർ ജാർ, ആ വില കൂടിയ ശുദ്ധമായിട്ടുള്ള നാർദിൻ സുഗന്ധ തൈലം യേശുവിന്റെ പാദത്തിങ്കൽ ഒഴിച്ച് അഭിഷേകം ചെയ്യാൻ, ഒന്നും മിച്ചം വെക്കാതെ ഏറ്റവും നല്ലതാണ് തന്റെ കർത്താവിന് കൊടുത്തത്. പിന്നീട് നമ്മൾ അതിൽ താഴെ വായിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പാഴ്ചെലവ് എന്നൊക്കെ യൂദാസ് പറയുന്നത്. ഇത് എന്തിനാണ്? അപ്പൊ നമ്മുടെ ആരാധനയും രണ്ട് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്, മറിയത്തിന്റെ ആറ്റിറ്റ്യൂഡും യൂദാസിന്റെ ആറ്റിറ്റ്യൂഡും. നമ്മൾ ഏറ്റവും മോശപ്പെട്ടുള്ള രീതിയിലും ആരാധനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഫുൾ നമ്മുടെ സമർപ്പണം കൊടുക്കാതെ, യേശുവിന് ഇതിനൊക്കെ യോഗ്യതയുണ്ടോ, അർഹതയുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും തനിക്കുള്ള എല്ലാം ആണ് മറിയ സമർപ്പിച്ചത്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്, ദൈവമേ, മറിയം സ്നേഹിച്ചതുപോലെ കർത്താവിനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണേ. കാരണം ഒന്നും മിച്ചം വെക്കാതെ എല്ലാം, തനിക്കുള്ളത് എല്ലാം കൊടുത്ത് ഉള്ള ആ പുണ്യമായിട്ടുള്ള സ്നേഹം. അപ്പോ ഇതുപോലെയുള്ള ആരാധന, മറിയം ആരാധകയായിരുന്നു, മർത്ത ഭക്തയായിരുന്നു. അപ്പൊ ഈ ആരാധനക്കാർക്ക് ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. തന്റെ സഹോദരനായിട്ടുള്ള ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ മർത്ത പറയുന്നുണ്ട്, ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു വരുന്നില്ല, പക്ഷെ മറിയം ഓടിപ്പോയി ഇതേ സെന്റൻസ് തന്നെയാ പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷെ മറിയം പറഞ്ഞതാണ് കർത്താവിനെ ചലിപ്പിച്ചത്. അതാണ് ഭക്തരും ആരാധകരും തമ്മിലുള്ള വ്യത്യാസം. ആരാധനയാണ് നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. ഫറവോയോട് മോശ പറഞ്ഞതും അത് തന്നെയാണ്, എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിക്കുന്നതിന് വേണ്ടി ദൈവം എന്തും ചെയ്യും. നമ്മൾ ഒന്നാം സ്ഥാനം. ഇന്ന് ഐഡലട്രി,
വിഗ്രഹാരാധന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന വിഗ്രഹം, പുറമേയുള്ള വിഗ്രഹമല്ല, നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സമ്പത്ത്, അധികാരം. നമ്മൾ എന്തിനാണ് ഒരു സ്ഥാനം കൊടുക്കുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, മറ്റ് അഡിക്ഷൻസ്, തഴക്കദോഷങ്ങൾ, ഇതാണ് ഏറ്റവും വലിയ വിഗ്രഹം. ഈ വിഗ്രഹങ്ങൾ ഉടയ്ക്കാതെ നമ്മൾ നമ്മളിൽ തന്നെ മുങ്ങിയിരിക്കുകയാണ്. ഞാൻ 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 എന്ന ഭാവം നമ്മളിൽ തന്നെ മുങ്ങി കുളിച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് എങ്ങനെ ഒരു ഇടം കൊടുക്കും, ഇടം കിട്ടും? നമ്മൾ എപ്പോഴും എന്റെ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ കൊല്ലാതെ, ആ ഈഗോയെ കൊല്ലാതെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ സ്ത്രീകളോട് എനിക്ക് എന്റെ അനുഭവം കൊണ്ടൊക്കെ പറയാനുള്ളത് അതാണ്. അകലങ്ങളിൽ നമ്മളുടെ മക്കൾ വീണു പോകാതിരിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ വീണ് കിടക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിന്റെ, വീടിന്റെ കഥയിൽ ഒരു നല്ല അമ്മയുണ്ടോ, ഒരു നല്ല അപ്പനുണ്ടോ? അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഗാന്ധാരിയെ പോലെ ധൃതരാഷ്ട്രർ കണ്ണുകെട്ടിയിരിക്കുക, അതുകൊണ്ട് ഞാനും കണ്ണുകെട്ടിയിരിക്കുക. ഇതാണ് ഇങ്ങനത്തെ ഉള്ള ചിന്താഗതികൾ, കാഴ്ചപ്പാടുകളാണ് പല ദുരന്തങ്ങൾക്കും കാരണം. അപ്പോ നമ്മൾ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള സമർപ്പണമാണ് നമ്മൾ ദൈവത്തിന് കാഴ്ചവെക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ ഒരു പാഷൻ വീക്കിന്റെ ആ ഒരു സമയത്ത് നമ്മൾ വായിച്ചു, ഓശാന ഞായർ മുതലുള്ള ദൈവം അത്തിവൃക്ഷത്തെ ശപിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിനെ കൊളുത്തിയ ഒരു ഭാഗമാണ്. അതായത് അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോ അതിലൊരു സെന്റൻസ് ഉണ്ടായിരുന്നു, അത്തി ഫലം തരാത്ത കാലമായിട്ട് കൂടി അത്തിവൃക്ഷത്തെ ശപിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അത്തിഫലം തരാത്ത കാലത്ത് എന്തിനാണ് യേശു അങ്ങനെ പോയി ചോദിച്ചത്? പക്ഷെ അതിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എല്ലാം നല്ല രീതിയിൽ നമ്മളെ എല്ലാവരും പൊക്കി പറയുക, പ്രൈസ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് നല്ല ഫ്രൂട്ട്സ് തരാം. പക്ഷെ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, ദ്രോഹിക്കുമ്പോൾ, ആ സമയത്ത് നല്ല ഫലങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. അതാണ് നമ്മുടെ ഭക്തന്റെ വെല്ലുവിളി. ദാറ്റ് ഈസ് അവർ ചാലഞ്ച്. നല്ല കാലത്ത് എല്ലാവർക്കും നല്ല ഫലങ്ങൾ തരാൻ സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുകയപ്പോ എന്നെ എല്ലാവരും പൊക്കി പറയുന്നു, അപ്പൊ എനിക്ക് നല്ല ഫ്രൂട്ട്സ് തരാം. പക്ഷെ എന്നെ ഉപദ്രവിക്കുകയും പ്രൊവോക്ക് ചെയ്യുകയും വേട്ടയാടുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴും എന്റെ വിശ്വാസം നഷ്ടപ്പെടാതെ, എന്റെ വേദനയിൽ നിന്ന് സംസാരിക്കാതെ, എന്റെ മനസ്സിനെ ബിറ്ററാക്കാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? അതാണ് നല്ല ഫലം. അതാണ് നല്ല ഫലം. അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ ആണ് അത്തിവൃക്ഷത്തെ ശപിച്ചു എന്നുള്ളതിൽ അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നിട്ടും കൂടെ ഇപ്പൊ നമുക്ക് എല്ലാ വിധത്തിലുള്ള അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ, ആനുകൂല്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ദൈവം തന്നിട്ടും ധൂർത്തപുത്രനെ പോലെ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. എന്തിന്? കാലം നേരെയാക്കാൻ. നമുക്ക് ആഗ്രഹം കൊണ്ടല്ല, കാലം നേരെയാക്കാൻ. അല്ലാതെ തന്നെ സക്കായിയെ പോലെ ദാഹം നേരെയാക്കുന്ന മനുഷ്യരായി നമ്മുടെ കുടുംബത്തിനും വീടിനുമൊക്കെ നമ്മൾ ഒരു അനുഗ്രഹമാവുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാന വ്യാഴാഴ്ചയിലോട്ട് വന്നപ്പോ എന്നെ ഏറെ സ്പർശിച്ച ഒരു ഭാഗമാണ്. അതായത് യേശു he was the person who washed the feet of his disciples. സെർവന്റ് ലീഡർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ പല രീതിയിലുള്ള വഴക്കുകളും തർക്കങ്ങളും ഒക്കെ വരുമ്പോ നമ്മൾ ഒന്ന് തലകുനിച്ചാൽ, ഒന്ന് തോറ്റുകൊടുത്താൽ, ഒന്ന് വിട്ടുകൊടുത്താൽ, ഒന്ന് ക്ഷമിച്ചാൽ, ഒന്ന് മറന്നാൽ കഴിയാവുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. പക്ഷെ അതിന് നമ്മൾ മുതിരാതെ, തയ്യാറാവാതെ, ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള വാശിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ ഈ ഒരു വ്യാഴാഴ്ച സമയം യേശുവിന്റെ ടേബിളിൽ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടും കൂടെ യൂദാസിനെയും കൂടെ ആ ടേബിളിലോട്ട് വിളിച്ചു. അപ്പോ ഇന്ന് നമുക്കറിയാം, കുടുംബ ബന്ധങ്ങളാണ് ഏറെ തകരുന്നത്. കുടുംബത്തിനകത്താണ് ഇന്ന് ശത്രു ഉള്ളത്. ഇപ്പോ മാതാപിതാക്കൾ തമ്മിലാണെങ്കിലും മക്കൾ തമ്മിലാണെങ്കിലും ഒക്കെ വളരെയധികം ഭിന്നത, ശത്രുത, കലഹം ഏറെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു ധ്യാനം, ഈ വചന ധ്യാനം, നമ്മുടെ ഇന്നത്തെ നോട്ടം ദൈവത്തിലോട്ടാകുമ്പോൾ, യേശുവിലോട്ടാകുമ്പോൾ
അത് നമുക്ക് ഈ ഈസ്റ്റർ കഴിഞ്ഞതുപോലെ നമുക്കും യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സഹനങ്ങളെ, നമ്മുടെ വേദനകളെ, നൊമ്പരങ്ങളെ, ഞെരുക്കങ്ങളെ, എനിക്കറിയാം ഇന്നിവിടെ ഇരിക്കുന്ന പലരും അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വെല്ലുവിളികളും തകർച്ചയും നഷ്ടവും ഒക്കെ നേടിയെടുത്ത് അതൊക്കെ അതിജീവിച്ച് വലിയ വാറിയേഴ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മുടെ യേശുക്രിസ്തു ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല നമുക്ക് സഹനങ്ങൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ സഹനങ്ങളിൽ യേശു കൂടെയുണ്ട്, ഒപ്പമുണ്ട്. എന്റെ ഹൃദയത്തിൽ എപ്പോഴും, ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴും ഞാൻ പല കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറെ മനസ്സിന് ആശ്വാസവും ഊർജവും തരുന്ന, ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതായത് പത്രോസ് യേശുവിന്റെ കൂടെ ആ വെള്ളത്തിന് മീതെ ആളി ഗർജിക്കുന്ന ആ തിരമാലകളുടെ കൂടെ പത്രോസ് നടന്നു വരുമ്പോ മനുഷ്യ സ്വാഭാവികമായി പത്രോസ് സംശയിച്ച് വീഴുന്ന സമയത്ത് യേശു കൈ നീട്ടിക്കൊടുത്ത് പത്രോസിനെ പിടിച്ച് അവർ ഒരുമിച്ച് നടന്നു പോകുന്നത്. ഇത് ഞാൻ പലപ്പോഴും, ഞാനും സിംബോളിക്കലി എന്റെ കൈ നീട്ടി കൊടുക്കാറുണ്ട്. ദൈവമേ എന്നെ സഹായിക്കണേ, എന്നെ കൈവിടരുതേ, കരുണ ഉണ്ടാവണമേ എന്നുള്ളത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സഹനങ്ങളുണ്ട്. സഹനങ്ങളിൽ യേശു കൂടെ ഉണ്ട്. ആ ഒരു ചിന്ത നമ്മളോട് ഒപ്പം എപ്പോഴും ഉണ്ടാവണം. അല്ലാതെ നമ്മൾ അത് ഗിവ് അപ്പ് ചെയ്തിട്ട് എല്ലാ ഹോപ്പും പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനി വേറൊരു പരിഹാരമില്ല, വേറൊരു വഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുകയല്ല വേണ്ടത്. കാരണം ഈ ഒരു കുഞ്ഞു ജീവിതം എന്ന് പറയുന്നത് എത്ര പേരുടെ ഒരു സ്വപ്നമാണ് അല്ലെ? ഈ ഒരു ലൈഫ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ജേണിയാണ്. നമ്മൾ എല്ലാവരും ഒരു കാലത്ത് മരിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടില് മരണം അറിയാത്ത ഒരു വ്യക്തി പോലും ഇല്ല. അപ്പൊ ഈ വേർപാടാണ് നമ്മളെ ആ യേശുവിലോട്ടുള്ള സ്നേഹത്തിലോട്ട് കൂടുതലും അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ദുഃഖത്തിലും സഹനത്തിലും ഒക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. അപ്പോ പ്രത്യേകിച്ച് ഈ ഒരു ആൾക്കൂട്ടമായി നമ്മൾ ഈ ഒരു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പിന്നെയും എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ മനസ്സിൽ കൊളുത്തിയിടണ്ട, പിൻ ചെയ്യാന്ന് പറയുന്നത്, പിൻ ചെയ്തിട മെസ്സേജ്. അതായത് ആൾക്കൂട്ടത്തിന് മീതെ സക്കായി മുൻപേ ഓടി. നമ്മൾ ഇവിടെ ഇന്നൊരു ആൾക്കൂട്ടമായിട്ട് ഈ ശാലേം മർത്തോമ പള്ളി ആൾക്കൂട്ടമായിട്ടിരിക്കാതെ നമ്മളെ ഓരോരുത്തരെയും തൊടുന്ന, സ്പർശിക്കുന്ന, ഉണർത്തുന്ന യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ മടങ്ങാൻ. അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനയും ഒക്കെ വെറുതെ ഒരു ആൾക്കൂട്ടവും പുരുഷാരവും അതിന്റെ ഭാഗമാകും. അപ്പൊ നമ്മളുടെ ഓരോരുത്തരിലും ദൈവം വലിയൊരു പദ്ധതി, വലിയൊരു അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ കാണുക, ഇത് നമ്മൾ തിരിച്ചറിയുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഇപ്പോ ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ ഒരു ഈസ്റ്റർ ഉണ്ടെന്ന് പറയുന്ന പോലെ, വിതൗട്ട് ടേക്കിംഗ് ദ ക്രോസ് വി കനോട്ട് പുട്ട് ദ ക്രൗൺ. ഇന്ന് വേദനകൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദന സംഹാരികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ്. അതുമല്ല, ഇന്ന് എനിക്കറിയാം പേരന്റിങ് ഒക്കെ നമുക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ മക്കളെ നേരായ രീതിയിൽ വളർത്താനും ഒക്കെ വലിയ ചലഞ്ച് ഒക്കെ തന്നെയാണ്. പക്ഷെ അത് ദൈവസന്നിധിയിൽ ഇമ്പോസിബിൾ അല്ല. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടില് ഇപ്പൊ മോശ സീനായ് മലമുകളില് കൈ ഉയർത്തി നിർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ മക്കൾ ജയിച്ചു. നമ്മുടെ വീടുകളിൽ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അകലങ്ങളിൽ ഒരിക്കലും നമ്മുടെ മക്കൾ വീഴില്ല. ഇന്ന് ഞാൻ ഉറച്ചു പറയുന്നു, എന്റെ വിശ്വാസത്തിൽ, ഞാൻ വളർന്നു വന്ന വിശ്വാസത്തിൽ, ഇന്നത്തെ മൈഗ്രേഷന് ഒരേ ഒരു കാരണം, നമ്മുടെ കഥ, നമ്മുടെ നറേറ്റീവ്, നമ്മുടെ സ്റ്റോറി നമ്മുടെ മക്കളോട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ നയിച്ച വഴിയും സത്യവും ഒക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് അവർ വേറെ ഒരു നാട്ടിൽ അവരുടെ ദൈവങ്ങളുടെയും അവരുടെ ഒരു ഐഡന്റിറ്റിയുടെ ആ ഒരു ഭാഗമായി ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ജീവിക്കുന്നത്.